ഇറാന്റെ ആണവ നിലയങ്ങളെല്ലാം ഒറ്റയടിക്ക് ബോംബിട്ട് തകർത്ത് കളയാമെന്ന വ്യാമോഹത്തോടു കൂടിയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു അതുപോലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും എല്ലാം കൂടി ചേർന്നുകൊണ്ട് ഗൂഢാലോചന നടത്തി പെട്ടെന്ന് ഒരു അപ്രഖ്യാപിത യുദ്ധം കുറെ ആളുകളെ കൊല്ലുകയും കെട്ടിടങ്ങൾ തകർക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന US ഇന്റലിജൻസ് റിപ്പോർട്ട്, അമേരിക്കൻ ഇന്റലിജൻസ് റിപ്പോർട്ട് വൈറ്റ് ഹൗസിൽ നിന്നും ചോർന്ന് പുറത്തു വന്നിരിക്കുന്നു. അമേരിക്കയിലെ CNN അതുപോലുള്ള മറ്റു മാധ്യമങ്ങൾ, മറ്റു മീഡിയകളിലൊക്കെ വ്യാപകമായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ചുക്കും ചെയ്യാൻ അമേരിക്കൻ ബോംബിങ്ങിനോ ഇസ്രായേൽ ബോംബിങ്ങിനോ ഇറാന്റെ ആണവ നിലയങ്ങൾക്ക് അവരുടെ യുറേനിയം സമ്പുഷ്ടമായ യുറേനിയം ശേഖരത്തിനോ എന്തെങ്കിലും ഒരു പോറലേൽപ്പിക്കാൻ ഈ ബോംബിങ്ങുകൾക്ക് സാധിച്ചിട്ടില്ല എന്നുള്ള US ഇന്റലിജൻസ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. ഇതോടെ ലോകത്തിന് മുമ്പിൽ നാണം കെട്ട് നിൽക്കുന്ന അമേരിക്കയും ഇസ്രായേലും ഒരിക്കൽ കൂടി ഒന്നുകൂടി അവരുടെ ചമ്മൽ തീർക്കാൻ കഴിയാതെ ഈ കൊലപാതകങ്ങൾക്ക് മൊത്തം ഉത്തരവാദിയായ ഗുണ്ടാത്തലവന്മാര് പോലെ ലോകത്ത് അങ്ങനെ നിലനിൽക്കുകയാണ്. അതോടൊപ്പം തന്നെയാണ് അവർ നിയോഗിച്ചിട്ടുള്ള മൊസാദ് ചാരന്മാരുണ്ട്. ആ ചാരന്മാരാണ് കുറെ ശാസ്ത്രജ്ഞരെയും സൈനിക മേധാവികളെയും ഇറാനിൽ കൊല്ലാൻ വേണ്ടി തുണച്ചത്, അതിനുവേണ്ട ഗൂഢാലോചന നടത്തി പണിയെടുത്തത്. പക്ഷെ 700ഓളം ചാരന്മാരെയും ഇറാൻ പിടികൂടിയിരിക്കുന്നു. അതിൽ 3 പേരെ വധശിക്ഷയ്ക്ക് വിധേയരാക്കുകയും ചെയ്തിരിക്കുന്നു. ഇറാൻ അവരുടെ പണി തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ അമേരിക്കയ്ക്കും ഇസ്രായേലിനും അവരുടെ സ്വന്തം നാട്ടിൽ ആഭ്യന്തര വെല്ലുവിളികൾ ഉയരുകയും ചെയ്തിരിക്കുകയാണ്.